ഹായ് ഹലോ, എൻ്റെ ഒരു ചെറിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. 1 മിനിറ്റ്, എൻ്റെ നാത്തൂന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നപ്പോഴത്തേക്ക് എൻ്റെ നാത്തൂന് വിളിച്ച്. ഞാൻ സാധാരണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിലൊരിക്കലാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നാൽ ഞാൻ നേരെ അണ്ണൻ്റെ വീട്ടിലാണ് പോകുന്നത്. കാരണം ഇവിടെ ആരും കാണത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ആണെങ്കിൽ എൻ്റെ അണ്ണൻ്റെ മക്കളുണ്ട്, അപ്പോൾ അമ്മയുടെ കളിക്കാം, അങ്ങനെയൊക്കെ കളിക്കാമെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുങ്ങളെ കാണാമല്ലോ. എനിക്ക് എൻ്റെ മോൻ അമ്മയുടെ കളിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇന്നലെ രാത്രി മോന് വയ്യാത്തതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. 2 മണിയായി വന്നപ്പോൾ. ഇതാണ് എൻ്റെ വീട്. കുറച്ചധികം പഴയ വീടാണിത്. ഒരു 10 എത്ര വർഷത്തെ പഴക്കമുണ്ടോ നമ്മളെ വീട്? 30. ഒരു എൻ്റെ പ്രായം, എൻ്റെ കൊച്ചിനല്ലേ അവരിവിടെ താമസിക്കാൻ വരുന്നത്. എനിക്ക് തന്നെ ഉണ്ട് 30 വയസ്സ്. നമ്മളെ വീട് കാണിച്ചു തരാം. പക്ഷേ ഒരു റൂമിൽ ആകെ തകർന്നിരിക്കുകയാണ്. എന്തിനെ അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയല്ലേ, അതിന്റെ കമ്മെല്ലാം ഒടിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ കാണിച്ചു തരാം, ഇങ്ങോട്ട് വന്നേ. ഇത് എൻ്റെ മാതാശ്രീയുടെ വാഴത്തോട്ടം. പിന്നെ എന്തോ മരിച്ചീനിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇടക്കാലത്ത് വെച്ച് വഴുതനയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അഗസ്ത്യന്മാരൊക്കെ നിൽപ്പുണ്ട്. ചേനയുണ്ട്. നടുക്കുണ്ട് ചേനയുണ്ട്. എൻ്റെ കൊച്ചെനിക്ക് പറഞ്ഞു തരാൻ എൻ്റെ ചേനയുണ്ട് നടുക്ക്. ഇതാണ് ഇതാണ് അവസ്ഥ. ഇടിഞ്ഞ് പൊളിഞ്ഞ് മഴ പെയ്താൽ ഒരു തുണി വെള്ളം അകത്ത് പോകാതെ പുറത്ത് വരും. ഇത് ഒരു അമ്മ ഇവിടെ നല്ല അമ്മയും മോന് മാത്രമായിട്ടേ ഉള്ളൂ. അടുക്കളയിലൊന്നും ഒന്നുമില്ല. എല്ലാവരും അമ്മ അടിയിൽ കയറ്റിയൊക്കെയാണ്. എന്റെ അമ്മച്ചി, അയ്യോ ഇതിപ്പോ അമ്മ കാണുന്നു. ദേവിയെ, ഇത് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥ നോക്കിയാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്? വെള്ളം എല്ലാം വീണു. ഇവിടെയാണ് വീഴുന്നത്. അങ്ങനെ ഇവിടെ ഇട്ടിരുന്ന കട്ടില്, ഇവിടെ അമ്മയുടെ ഒരു കട്ടിലുണ്ടായിരുന്നു. അത് എടുത്തിപ്പോൾ ഫ്രണ്ട് ഇട്ട്. അത് കഴിഞ്ഞ് അമ്മ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ട് അതെടുത്ത് ഫ്രണ്ട് ഇട്ട്. പിന്നെ സെറ്റി എല്ലാം വലിച്ചൊരിട്ടേക്കാണ്. ടി വി, എൻ്റെ ഇതുപോലൊരു വേറൊരു ടി വി ഇവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ ആ ടി വിയിൽ ഒരു മാല എടുത്ത് എറിഞ്ഞാണ്. അങ്ങനെ അത് പൊട്ടിപ്പോയി. ഇത് എൻ്റെ അനിയത്തി ഫസ്റ്റ് നിൽക്കുന്നത്, നടുക്ക് അമ്മ, അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ. ഇത് ഒരമ്മാമ്മയും മോനും എൻ്റെ ബർത്ത്ഡേക്ക് എടുത്തത്. അത് ഞാനും എൻ്റെ ഷുണ്ണരിയും. അതെൻ്റെ വാവച്ചി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. എൻ്റെ അമ്മാമ്മ മരിച്ചുപോയി, എൻ്റെ മാമ മരിച്ചുപോയി. ഇതെല്ലാം അത് നടുക്കിരിക്കുന്ന എൻ്റെ മാമന്മാരാണ്. എൻ്റെ അച്ചാച്ചൻ മരിച്ചുപോയി. അച്ചാച്ചൻ്റെ വേറൊരു ഫോട്ടോ. പിന്നെ എൻ്റെ 10ാം ക്ലാസ്സിലെ ഫോട്ടോ ആണ്. അതിലെന്നെ കാണാൻ പോലും പറ്റത്തില്ല. അവിടെ ഇരിക്കട്ടെ. കൊച്ചുമാമ അല്ലത്, കൊച്ചുമാവൻ്റെ അനിയനൊന്നും പറഞ്ഞ എടുത്തോണ്ട് വരുന്നത് എൻ്റെ സ്കൂൾ ഫോട്ടോ ആണത്. അയ്യോ അതാണ് വെയ് ഫ്രൈഡ് റൈസ്. എൻ്റെ അമ്മ എനിക്ക് അങ്ങനെ തണുപ്പെടുത്ത് കഴിക്കരുത്, മാറും. ഞാനപ്പോൾ എൻ്റെത് വേറെ ഒന്നും ഇല്ലെങ്കിലും ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. മാറ്. പാൽ ചായ ഇടാം. ഓക്കേ, വെള്ളം വെച്ചു. ഇനി നമ്മൾ എന്തോ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിനി എന്താ ചെയ്യുന്നതെന്നറിയോ? എൻ്റെ കേശുമോന് ഞാൻ മരുന്ന് കൊടുക്കാൻ പോവുകയാണ്. ഓ, ഈ യുദ്ധം വേണം ഇവിടെ. മൂക്കിൽ മരുന്ന് കഴിക്കട്ടെ. പൈസ പൈസ മടിയിരി, അമ്മയുടെ മടിയിരി. എനിക്കിതാണ് ഇതിന് മരുന്ന് കൊടുക്കാനും ഇതിന്റെ കൂടെ ഗുസ്തി കൂടാനും മാത്രമേ എനിക്ക് സമയം കിട്ടത്തുള്ളൂ. ഇതെന്തിന്റെ മരുന്ന്? ഇത് ചെവിയതിനാണ് മരുന്ന്. അല്ല, അത് കുടിക്കാനാണ്. ഇത്
10 കുടിക്കേണ്ടത്. തിരിച്ച് അത് തന്നെ അത് തന്നെ. ഇത് എനിക്ക് കാർത്തിക തന്നെയാണ്, എനിക്ക് തിന്നാൻ തന്നെയാണ്. പക്ഷെ എനിക്ക് തിന്നാൻ തന്നെ ഒന്നും ഞാൻ തിന്നത്തില്ല. എൻ്റെ മോനും കൊണ്ട് കൊടുക്കും. എൻ്റെ മോനല്ലേ എൻ്റെ ഫേവറേറ്റ്. ഏറ്റവും കുടിക്കാം ചായ ബൂസ്റ്റ്. ഇവിടെ സെറ്റപ്പാ. വീടിൻ്റെ അകത്തൊന്നും ഇല്ലെന്നെങ്കിലും കുറച്ച് ലൈഫാ. അടിച്ച് കുടിക്കാം. കേശുട്ടാ, നീ എത്ര വലിയ നീ ഇപ്പഴും ബേബിയാണ് ചേച്ചി. ആര് പറഞ്ഞു അങ്ങനെയൊക്കെ? എങ്ങനെ വലിയ 6 years ആണ് മോനായത്. 6 years ഓൾഡ് ആണ് മോനായത്. അപ്പൊ കുഞ്ഞാണ്. ഒരു വലിയ ചെറുക്കനാവണമെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു കൊച്ചുമാമൻ്റെ ഒക്കെ പ്രായം 16 എന്നൊക്കെ ആകുമ്പോൾ മക്കൾ വലിയ ചെറുക്കനായി. ഇപ്പൊ എന്റെ മക്കൾ ബേബിയാണ്. ഒരു ചുണ്ണരിയേ കുഞ്ഞിലെ എനിക്ക് പറ്റാത്തില്ലായിരുന്നു. അത് ഞാൻ കുഞ്ഞിലെ എനിക്ക് എത്ര വയസ്സായിരുന്നു? കുഞ്ഞിലെ വയസ്സില്ലായിരുന്നു. കണ്ണു തുറക്കാത്ത രസമല്ലേ? 1 വയസ്സ്, 1 year, 2 year. അപ്പൊ ഇപ്പൊ വലുതായപ്പോ 6 അല്ലേ? അപ്പൊ ഞാൻ വലുതായല്ലോ. ഓ ശരി. ഇപ്പൊ വലിയ ചെറുക്കനാണ്, വലിയ ചെറുക്കനാണ്. അങ്ങനെ നമ്മളവിടെ പോയാണ് കുഞ്ഞളിയുടെ വീട്ടിൽ. അപ്പൊ നമ്മളാണ്ട് എന്റെ കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. അപ്പൊ നമ്മള് കുറച്ച് പറിച്ച് പിന്നെ മുട്ടായി എടുത്തിട്ടുണ്ട്. മുട്ടായി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വണ്ടിയിൽ വെക്കാം. അനുചേച്ചിയുടെ വണ്ടി വെക്കാമേ. ഓ അവിടെ ഒരു ചുമ ഒരെണ്ണം നിൽക്കുന്നു. കാണാൻ വരുന്നില്ലല്ലേ? ചുമ നിൽക്കുന്നു. വൈകിട്ട് എൻ്റെ അനിയൻ വരും പറിക്കാനായിട്ട്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോണത്. ഹർത്താലല്ലേ, ആര് കാണാൻ. അപ്പോൾ ഇന്ന് പോകണം. അണ്ണൻ്റെ വീട്ടിൽ പോണ്. വൈകിട്ട് അനിയൻ വരുമ്പോൾ ഞാൻ എല്ലാം പറിക്കും. ഇന്ന് ഹർത്താൽ ദിവസമാണ്. ഒന്നുമില്ല, വണ്ടികളൊന്നുമില്ല. ചെറിയ ചെറിയ വാഹനങ്ങൾ പോലെയുള്ള പണിമുടക്കായതുകൊണ്ട് ഇതാണ് എൻ്റെ വീട്ടിലോട്ട് പോണ വഴി. ഇത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ അവിടെ മതിലാണ്. എല്ലാം അടച്ചിട്ടേക്കാണ്. ഒരുപാട് വണ്ടികളൊന്നും നമ്മള് വീട്ടിൽ പോയിട്ട് അണ്ണൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. അച്ഛനാക്കള അടിച്ചത്. ഇനി വാ രണ്ടുപേരും ഇനി വാ. ഒരു സാധനം ഉണ്ട് വണ്ടിയിൽ. വാ റംബൂട്ടാൻ കണ്ടാക്കള്. കുഞ്ഞളിയന് എടിക്കീന്താ. ഇതാ പിന്നെ കുഞ്ഞളിയനും കൂടെയാണേ റംബൂട്ടാൻ. വാ പോയി കേറി. ആ അവിടെ മീൻ വെട്ടുകയാണ് എൻ്റെ. നിനക്ക് ഞാൻ ഈ ഉടുപ്പ് വീട്ടിലിടാൻ തന്നല്ലേ കേട്ടാ. ഇവക്ക് ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല. അവക്ക് നല്ല നല്ല ഉടുപ്പുകൾ കൊടുക്കും. അതാരടി ഇതേത്? ഏതാ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ് അത്. കൈത്തിരി തുടങ്ങി കിടക്കുന്നു. വേണ്ട മീൻ വെട്ടുന്ന അവിടെ ഇരുന്നുണ്ട്. നല്ല ഉടുപ്പ് ഇട്ടുണ്ട് മീൻ വെട്ടുന്ന എൻ്റെ ഒരു പോച്ച. നിനക്ക് തിന്നാൻ പാപ്പവും കൂപ്പവും ഒന്നും മേടിക്കാൻ കട പറഞ്ഞില്ല.
നമ്മളിനി അടുത്ത ആളെ കാണാൻ പോവുകയാണ്. എന്താ പൊണ്ണെന്ന് വാ അപ്പയുടെ തങ്കച്ചു എന്താ തപ്പറേ എത്ര നാളായുണ്ട് തങ്കക്കൂടത്തിനെ കണ്ടിട്ടുണ്ടേ. എന്താ അയ്യോ പൊട്ടിച്ച് താഴോ എന്റെ പൊന്നെ അപ്പൻ്റെ പൊന്നെ അപ്പൻ്റെ രാജകുമാരനാണ് എന്റെ രാജകുമാരൻ. നോക്കി ഇരിച്ചാണ് എന്തൊരു പൊന്നെ. ഇവിടെ പോണ എന്നെടുക്കല്ല അപ്പയുടെ തങ്കോനോ എത്ര നാളെ കണ്ടിട്ടുണ്ട്. ചുണ്ടൊരു മോനോ കുറച്ചെടുത്ത് വായിൽ ചൊടിച്ചിട്ട് പോല പൊടിക്കാനാ. അതെടുത്ത് വെക്കേണ്ട പോലെ അവന് അത് അങ്ങനെ തിന്നാൻ പറ്റില്ല. പിക്ക് അങ്ങനെ തിന്നാൻ പറ്റാണ്ട് ഇങ്ങനെ കൊടുക്കണം. പിക്ക് പല്ല് വന്നാടേ നിനക്ക്. ഈ കച്ചാണ് എന്റെ തങ്കക്കെടുത്തിന് പല്ലൊക്കെ വന്ന് അളിയാൻ തരും. എൻ്റെ കള അതൊക്കെ തൊണ്ടയെ കുരുങ്ങാണ്ട്. ഇത് കണ്ട ക്യാരമലാണ് തൊണ്ടയെ കുരുങ്ങും. അത് കൊടുക്കേണ്ടത്. ഇതെന്റെ മോൻ. ഇതെന്നെ നൈനൂട്ടെ. ഇതാണ് എൻ്റെ ഇളയ മോൻ എന്ന് പറയുന്നത്. എൻ്റെ ഇളയ മരുമോൻ. എന്റെ ചക്രമണി റംബൂട്ടാൻ തിന്നുന്നു. ഡേ ചക്രമണി ഇനി വാ. റംബൂട്ടാൻ ഇഷ്ടപ്പെട്ടാ? മൊത്തം തീർത്ത് എന്റെ ചക്രമണി. രണ്ട് ചുണ്ണു ചക്രമണി റംബൂട്ടാൻ തിന്നുന്നത്. ചക്രമണി തമ്പൂത്താൻ തിന്നുന്നു. എന്റെ ചക്രമണി. അടിയടാ അടി അളിയനെ അടിച്ചു. അക്കളില്ലേടോ അക്കൾ. അതെല്ലാം പറക്ക അപ്പി വായി എടുത്തിരും. അവനറിയത്തില്ല, അവൻ കുഞ്ഞാണ്. റംബൂട്ടാൻ തിന്നു അപ്പയുടെ മോൻ. ഇത് അപ്പയുടെ മൂത്തത്, അത് അപ്പയുടെ ഇളയത്. ഇത് അപ്പയുടെ ചുണ്ണരി ഇളയത്. പോണോ ചേട്ടന്മാരുടെ അടുത്ത്? എന്റെ കൊച്ചു പോണ്. എന്റെ കൊച്ചു പോണ്. എന്റെ കൊച്ചു എന്റെ ആരും കണ്ടിട്ടില്ലാത്ത എന്റെ ആങ്ങള. ഇക്രു ആങ്ങള. ഇവനെ ഇതാണ് 32 വയസ്സുള്ള അണ്ണനാണേ ഇത്. പക്ഷെ ഇവനെ എന്നോട് കണ്ട ആൾക്കാർ പറയും എൻ്റെ അനിയനാണ്. ഇവനെ കൊണ്ട് അതോട്ട് പുറത്തിറങ്ങാൻ കൊള്ളത്തില്ല. ഇതെൻ്റെ ആങ്ങളാണ്. ആങ്ങളെ കൊച്ചു നിക്കറൊക്കെ ഇട്ട് നടക്കണം. എടി നൈനൂച്ചൻ നീ എവിടെ പോയാണ്? നൈനൂച്ചൻ എന്റെ ചാത്തനെ കിട്ടപ്പോ അപ്പച്ചനും വേണ്ടല്ലേ നിനക്ക് അപ്പച്ചനും വേണ്ടല്ലേ നിനക്ക് ചാത്തനെ കിട്ടപ്പോ അപ്പച്ചനും വേണ്ടല്ലേ എന്തടി നിനക്ക്? എന്നെ കൊണ്ടുപോണേ. എച്ച് പപ്പിച്ചു തരോ? JCB ഓടിച്ചാൻ പഠിപ്പിച്ചു തരോ? വേണം കൊണ്ടുപോടി. നീ കൊണ്ടുപോണോ? എന്നെ കൊണ്ടുപോണം. ഞാൻ വരോള. നിന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ വരോള. എന്നാ എൻ്റെ അണ്ണൻ്റെ കൂടെ വരുള്ളൂ. ഞാൻ വരും. രാവിലെ പോണേ മക്കള്. എൻ്റെ ചുണ്ണരി മോനാണ്. ചിപ്പീനെ കൊണ്ടുപോകൂലേ? പടക്കള്ള. ഇപ്പി നീ വരുമ്പോ പാപ്പല്ല ആർക്ക് കൊടുക്കും? പാപ്പ ഞാൻ എന്റെ നൈനൂന് കൊടുക്കും. ഓ നൈനൂന് ഇന്ന് വണ്ടി മേടിച്ചു കൊടുക്കും ചിപ്പി. ഞാൻ എന്റെ നൈനൂന് ഇനി വരുമ്പോ ഞാൻ എന്റെ നൈനൂന് വണ്ടി മേടിച്ചു കൊടുക്കുമല്ലോ. വല്ലതും തരും എനിക്ക്. പിന്നെ ചോറായ
അങ്ങനെ നാത്തൂൻ ചോറ് വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് കല്ലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മീൻകറിയുണ്ട്. ഞാൻ മെഴുക്കുരട്ടി വയ്ക്കുന്നു, നമ്മൾ വച്ചിട്ട് തിന്നാം. അങ്ങനെ ചോറ് വന്നിരിക്കുന്നു, ചായക്കറി, ഉരുളക്കിഴങ്ങ്, മെഴുക്കുരട്ടി. അവിടെ എൻ്റെ അപ്പയുടെ സുന്ദരി മോൻ ചോറ് കഴിക്കുന്നേ, എൻ്റെ ജോച്ചൂട്ടൻ, എൻ്റെ മോൻ. അമ്മ വരുത്തുന്ന അറിയാ, അമ്മ വരുത്തുന്ന അറിയാ, അമ്മ വരുത്തുന്ന അറിയാ. ഓണ്ട ഓണ്ട ഒരു മുതുക്ക ഇരിക്കുന്നു. ചോറിൻ്റെ വേടാ, ചോറിൻ്റെ വരെ വേണ്ടേ, ചോറ് അലർജിയാണ് അവന്. നാത്തൂൻ പറഞ്ഞായിരുന്നു, നാത്തൂനെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഐബ്രോസ് ചെയ്യാനായിട്ട് ത്രെഡ് ഒന്നും കൂടെ എടുത്തിട്ട് വേണോ. അങ്ങനെ ഞാൻ എടുത്തോട്ട് വന്നു. ഇനിയിപ്പോൾ അവൾക്ക് ഐബ്രോസ് കൊണ്ട് ചെയ്തിട്ട് ഞാൻ പോകും. ട്യൂഷനും കേശുട്ടിന് ട്യൂഷനും കൊണ്ടുപോകണം. ഞാൻ ഇപ്പോൾ പോകും, ഐബ്രോസ് ചെയ്തിട്ട് പോകും. ഹലോ, ഹായ് പറ, ഹായ് പറ. എല്ലാവർക്കും സുഖമാണോ ചെയ്ത്? എന്നിട്ട് അപ്പയുടെ പൊന്നാരാണ്? അപ്പ ചേട്ടനല്ലേ? ചേട്ടനും മോനും അളിയനും. ഓക്കെ. പിന്നെ നമ്മുടെ നായനൂട്ടനും ഒറ്റ പൊന്നാടി, ചക്കര പൊന്നാടിയാണേ. ടി വിയിൽ സിനിമ നടന്നു ഓടുന്നു, തുടരും. ഇവിടെ സിനിമ കാണുന്ന അണ്ണൻ ഇങ്ങനെ ഫോണിൽ ഇത് കാണുന്നു. സിനിമ മാത്രം കാണാൻ വേണ്ടി ഒരാൾ, എൻ്റെ കൊച്ചു മാത്രം. ഇവിടെ വേറൊരാൾ ഫോൺ, ഇവിടെ ഒരാൾ കളിക്കുന്നു. നീ സിനിമ കാണാൻ വേണ്ടി തന്നെ കേട്ടത്? എൻ്റെ ആങ്ങളെ എനിക്ക് ദേഷ്യപ്പെട്ടു. എന്തൊരു എടാ, എനിക്ക് വേദനിപ്പിച്ചോണ്ട് എടുക്കാറിയത്തുള്ളൂ. ഞാൻ ആർക്ക് ഐബ്രോസ് ചെയ്താലും ഞാൻ ചിപ്പിയുടെ അടുത്ത് പറയട്ടെ, ഞാൻ മൂക്കുത്തി തരും. ഞാൻ അല്ല, മൂക്കുത്താൻ പൈസ ആവൂലെന്ന് ഞാൻ പറഞ്ഞു, ചിപ്പിയുടെ കൊണ്ട് കൊടുക്കാം. അപ്പൊ പറഞ്ഞു അയ്യോ വേണ്ട, അവള് കുത്തിത്താക്കും. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മൂക്ക് അവളല്ലേ കുത്തിയത്. അതാണ് കാണിച്ചു കൊടുത്തി. ഇത് ഞാൻ കുത്തിയ മൂക്കാണ്. മനസാക്ഷിയില്ല. കുത്തനോടി കുട്ടനോടി ചുണ്ടരി പൊന്നാണ്, ചുണ്ടരി പൊന്നാണ്, ചുണ്ടരി പൊന്നാണ്. എനിക്കാണെങ്കിൽ പുള്ളനെ കണ്ടാ പുള്ളക്കല്യാണേ. എന്റെ വീഡിയോഗ്രാഫർ എന്റെ മോനാണ്. എന്റെ മക്കളുമാര് കളിക്കുകയാണ്. ഒരാള് എന്തിരി മക്കൾ എന്തിനാ കളിക്കുന്നേ? JCBയുടെ ബക്കറ്റ് കൊണ്ട് മണ്ണ് കോരുന്നു. ഒരാൾ വട്ടം വരച്ച് കളിക്കുന്നു, ഒരാൾ മണ്ണ് കുത്തി കളിക്കുന്നു. അയ്യോ, അമ്മയെ കുത്തല്ലേ, മഞ്ഞ കേക്കള് അതിയടേ കോരിയത്. ആ പോവാ, വാ അളിയൻ പോണു മക്കളെ. അളിയന് ട്യൂഷനുണ്ട്. അയ്യോ, അങ്ങ് കണ്ടോ, മാറുമക്കളെ, പാല് കുടിക്കുന്നു. പാല് കുടിക്കുന്നുണ്ടാ പൂച്ച. ഒന്ന് ചെയ്യലേ. നാളെ ഉണ്ടായിരുന്നു 32 വയസ്സ് തികയ്ക്കുന്ന എൻ്റെ ആങ്ങള. ഹാപ്പി ബർത്ത്ഡേ ടു യു. 32 വയസ്സ്. അനുയോജ്യമായ പെമ്പിള്ളരെ തേടുന്നു. ഇത്രയും ചെറുപ്പക്കാരാണ്. കണ്ട ഒരു 25 വയസ്സേ ഇവനെ കണ്ടാ പറയത്തുള്ളൂ, അല്ലേടാ?
ഞാൻ എടാന്നേ പോടാന്നൊക്കെ വിളിക്കത്തുള്ളൂ. 2 വയസ്സിന് മൂത്തവനെയൊക്കെ ഞാൻ ഇനി അണ്ണാന്ന് വിളിക്കാൻ പോണു. എന്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ചിട്ടില്ല അണ്ണാന്ന്. ഓ ഇതാ ഫോണാ. ഫോണിന്റെ പേര് ഫോണിൽ എന്തോ അടയാളം ഉള്ളേ? ഐഫോൺ. എനിക്ക് ആപ്പിളിന്റെ ഫോണാണ്. ഇത് കേശൂട്ടന്റെ ഫ്രണ്ട്സ്. ഇവരെയൊക്കെ ഞാൻ കൊച്ചിലേ എടുത്തോണ്ട് വരുന്നതാണ്. ഇത് വാവ ഇത് വാവയല്ലേ? വാവാച്ചി. ഇത് വാവ. ഇവളെന്നെ കൊറേ കടിച്ചിട്ടുണ്ട്. ഇത് ആവണിക്കുട്ടി. ഇത് കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെന്റെ മോയ്. എല്ലാവരും മക്കള് തന്നെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇവളാടിന് ചട്ടമ്പി. അവളെന്നെ കടിച്ചിട്ടുണ്ടോ കൊച്ചിന്? കടി 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 കടിയെന്നുള്ളു. പിള്ളേരെ കളിപ്പിക്കുന്ന സമയം എനിക്ക് ജോലിക്കുണ്ട്. ഞങ്ങള് ട്യൂഷന് പോവാൻ റെഡിയാവേണം. എൻ്റെ കൊച്ചി കുളിച്ച് വന്നിട്ട് ഗുഡ് ബോയ് ആണ്. ഒറ്റയ്ക്കൊക്കെ കുളിക്കും ഇല്ലേ? കുളിക്കും, പാത്രം കഴുകി, ഫുഡ് കഴിക്കുന്ന കൊച്ചു കഴിക്കുന്ന പാത്രം കൊച്ചു കഴുകി വെക്കും. അമ്മമാരെ ഹെൽപ്പ് ചെയ്യും. കാലിലെന്നും ഇടണം കേട്ടാ. കാലിലും കയ്യിലും മക്കള് ക്രീം. അമ്മാമ്മ മറന്നാലും മോൻ ഇട്ടോണ്ട് പോണം സ്കൂളിൽ പോകുമ്പോ കേട്ടാ. അല്ലെങ്കിൽ ഫുള്ള് ഡ്രൈ ആയിട്ടിരിക്കും മോന്റെ കാലും കൈ. ഡ്രൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുമാതിരി വെളുത്തൽ. ഒരുമാതിരി ഇങ്ങനെയൊക്കെ വന്നിരിക്കൂലേ? അറിയില്ല. കൈ സുന്ദരി മോനായി. നമ്മൾ എന്തിനാണ് പോണെന്ന് അറിയാമോ? എന്റെ കുഞ്ഞിന്റെ സൈക്കിളിലാണ് പോണത്. എന്റെ കൊച്ചിന്റെ സൈക്കിളിൽ വരെ ഞാൻ നടന്നു. അമ്മല്ലേ അമ്മ സ്കൂട്ടിയിൽ വരുന്നില്ല. ഓടിച്ചോണ്ട് പോ. ബൈക്കൊന്നുമില്ല, നീ പോ. ബൈക്കുണ്ട്. ആക്ച്വലി സംഭവം എന്ന് വെച്ചാൽ ഇതുണ്ടോ, കാറ്റില്ലേ? ഇത് എങ്ങനെ കാറ്റ് പോയെന്ന് വെച്ചാൽ എനിക്കറിയണ്ടോ. ഓടിക്കട്ടെ, എങ്ങനെയെങ്കിലും ഓടിച്ച് പോട്ട് പോട്ട്. നിന്നില്ല വണ്ടി പോയിട്ട്. ആട്ടെ എപ്പോഴും ഈ സൈഡിൽ കൂടെ ഓട്ടിക്കാവുള്ളൂ. ഈ സൈഡിൽ കൂടെ കേട്ടാ. തിരിച്ചു വരുമ്പോൾ ഈ സൈഡിൽ കൂടെ പോ. ചവിട്ടങ്ങോട്ട്. പേടിയാണ്, പാടായിരിക്കും കാറ്റില്ലാത്തോണ്ട്. ചവിട്ട്. ഞങ്ങൾ ചവിട്ട്. നേരെ പിടി ഹാൻഡില്. ചവിട്ട്. ടയർ കണ്ട മുട്ട. പോ, ചവിട്ടിക്കൊണ്ട് പോ. ഇല്ല പോ. പോട്ടെ. ചവിട്ട് മക്കളെ. എന്ത് ടയർ മുട്ട. സ്കൂട്ടി പോവാ. അവസാനം സൈക്കിൾ അവിടെ ഒതുക്കി വെച്ച് നീ വീട്ടിൽ പോവാൻ വയ്യ. കാറ്റില്ലാത്ത സൈക്കിൾ എങ്ങനെ ഓടിച്ചോണ്ട് പോകും? അതിന്റെ കാറ്റ് എങ്ങനെ പോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എങ്ങനെ പോയടാ കാറ്റ്? ചക്ക. അത് നിനക്കെങ്ങനെ അറിയാത്തത്? എത്ര രൂപ സൈക്കിളാണ് മക്കളെ അത്? ഇനി നീ ട്യൂഷന് പോകുമ്പോ എന്നും ട്യൂഷന് പോകുമ്പോഴത്തേക്ക് അമ്മാവ നടക്കും, നീ സൈക്കിൾ ഓടിച്ചോണം കേട്ടല്ലേ? കാറ്റടിച്ചോണം പറയുന്ന കേട്ടാ. ഇല്ലെങ്കിൽ ഞാനത് വെട്ടിപ്പൊളിച്ചോളാം ഞാൻ. സ്കൂട്ടിയെ ചേർണം. താക്കോൽ ഞാൻ എന്തായാലും എടുത്ത് വെച്ചത് കാര്യമായി. ആക്ച്വലി അവിടെ പോയിട്ട് ട്യൂഷൻ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതാ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അനിയനും അനിയത്തിയും. ഇതാണ് എൻ്റെ അനിയൻ മുന്ന. ആളൊരു എന്തരടാ നീ ഫാഷൻ മോഡലാണ്. യെസ്, അത് അനിയത്തി. അവള് മോഡലൊന്നുമല്ല, അവൾക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവളത് ആണെന്ന് അവകാശപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. അതാണ്. അതെ, റംബൂട്ടാൻ പറിച്ചവൻ ഫുള്ള് തളർന്നു പോയി. അഴുക്കയപ്പ്. എന്തെന്തൊരു അഴുക്ക്? ഒരു അഴുക്കും ഇല്ല. അങ്ങനെ വീടിന്റെ ഓട് മാറ്റുന്നത് കൊണ്ട് റൂമിൽ നിന്നൊക്കെ അലമാരകൾ മാറ്റണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ
തുണികളെല്ലാം മാറ്റാൻ പോവുകയാണ്. എല്ലാം അടുക്കി എൻ്റെ അനിയത്തി എന്നെ സഹായിക്കാന്ന് പറഞ്ഞു. കുറേയൊക്കെ എടുത്ത് വേറെ ബക്കറ്റിലൊക്കെ കുറച്ചൊക്കെ എടുത്ത് ഇത് വയ്ക്കണം. എനിക്ക് പുതിയ അലമാര മേടിക്കണം, അത് വേറൊരു കാര്യം. അപ്പോൾ ഇരുന്ന് അടിക്കട്ടെ. ഇതാ എല്ലാം ഫ്രിഡ്ജ് ഫ്രണ്ടിലാക്കി എല്ലാം മാറ്റി. കാണാം ഓട് മാറ്റുന്നതുകൊണ്ട് ഞാനും കുറേയൊക്കെ എടുത്ത് മാറ്റി അലമാരയൊക്കെ. ഇനി അടുക്കളക്കത്ത് എല്ലാം ഇങ്ങനെയായി. ഈ ഇലമര ഇവിടെ എല്ലാം പറക്കി ഒതുക്കുകയാണ് എൻ്റെ അനിയത്തി. ഈ ഇലമരയൊക്കെ കാലിയാക്കി സ്ഥലം വരെ പോകാൻ വേണ്ടി റെഡിയായി. നമുക്ക് പുതിയ അലമാര മേടിക്കാം. അത് വേണ്ട, അത് വേണ്ട. സ്ഥലം വരെ പോയിട്ട് ഇപ്പൊ വരാം. അപ്പൊ ഇപ്പതാ ഞാനും അനിയും കൂടെ നമ്മളെ വീട്ടിലോട്ട് പോകേണ്ട. പല്ലിലിരുന്ന എന്തോ സാധനം അവളെ വീട്ടിൽ വെച്ച് വന്നു. അനുവിന്റെ വീട് കോട്ടിങ്ങലാണ് ആക്ച്വലി. ഇപ്പൊ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ പോയിട്ട് ബാക്കി കാണാം. പോവാൻ കയ്യിൽ നിന്ന് പോയാ നീ അതോടെ തീർന്നുണ്ടെന്ന് വിചാരിച്ചോ. അയ്യോ തിരിച്ചാണല്ലേ. ഇതൊക്കെന്ത് വയ്യേ അനുവേ. അനുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അനുവിനെ കാണുന്നുണ്ടോ ആരെങ്കിലും? എൻ്റെ കൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അനു ഇതാ പോണ്. അനുവാണെങ്കിൽ പോണത്. അനു ആ ഫ്ലാഷ് ഓഫ് ചെയ്താലും നിന്നെ കാണാൻ പറ്റുള്ളൂ. അനുവിൻ്റെ വീട്ടിൽ പോവുകയാണ് ഞങ്ങൾ. ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ. അതെ തോട്ടം. ആര് ഈ പൂട്ടിയിട്ടേക്കുന്ന വീട്ടിൽ ആരടി അനു? ആ ഫാനൊക്കെ വെച്ചു വീട് സെറ്റാക്കി. ഇതാണ് പെണ്ണെ ഇത് എന്തൊരു പെണ്ണേ. ഇതേത് പൂച്ചയുടെ ഉണ്ടാ? അയ്യോ ഇത് കൊണ്ടോ സെറ്റ്. അതാണ് വന്നപ്പോഴേ ഒരു തീട്ടത്തിന് നാറ്റം. നിന്റെ അച്ഛൻ വന്നവിടെ. കസ്റ്റമർ അനുവിൻ്റെ വീട്ടിൽ വന്നതാണ്. വരുമ്പോൾ അനുവിൻ്റെ ഒരു മനോഹരമായ ഒരു ഫോട്ടോ കാണാം. അത് കഴിഞ്ഞ് വാവച്ചിയുടെ ഫോട്ടോ. വച്ചിയുടെ അവിടെ പല്ലിടുന്ന സാധനം കെട്ടിയൊന്നുമില്ല. ഇവിടെ പാവയുടെ മേളമാണ്. പാവയുടെ മേളം. അങ്ങനെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങിയിട്ട് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡേ ഇൻ ലൈഫ്. ഈ ലൈഫിൽ ഞാൻ കുളിച്ചിട്ടില്ല. ഇനി ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.